It is a great pleasure to be here with you. നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. I came here almost 10 years ago. ഏതാണ്ട് 10 വർഷത്തിന് മുമ്പ് ഞാൻ ഒരിക്കൽ കേരളത്തിൽ വന്നിരുന്നു. And I enjoyed my time in India. ഇന്ത്യയിൽ വന്നിരുന്ന ആ സമയം എനിക്ക് വളരെ സന്തോഷമുള്ളതായിരുന്നു. I also met Pastor Prakash and Pastor Rajesh. ഞാൻ അന്ന് പാസ്റ്റർ ജോസ് പ്രകാശിനെ പാസ്റ്റർ രാജേഷിനെ വന്ന് കാണാൻ ഇടയായി. And a few others that are here. ഇവിടെ ആയിരിക്കുന്ന പല ചിലരെയും വന്ന് എനിക്ക് കാണാൻ ഇടയായി. The Lord opened the doors for these meetings to happen. ദൈവത്തിന്റെ വചനം ഈ വിധത്തിലുള്ളതായ കാര്യങ്ങൾ സംഭവിക്കുന്നതിലേക്ക് നമ്മളെ തുറന്ന് കാണിക്കുകയാണ്. And because He is the one that opened those doors, ദൈവമാണ് നമുക്ക് വേണ്ടി ദൈവവചനത്തിന്റെ വഴികളെ വാതിലുകളെ തുറന്നു തരുന്നത്. we need Him to speak to us. ദൈവത്തെ നമ്മൾ ആശ്രയിച്ച് ദൈവം നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി ആശ്രയിക്കുകയാണ്. If He speaks to us, ദൈവം നമ്മോട് സംസാരിച്ചാൽ our lives will be touched and changed. നമ്മുടെ ജീവിതം ദൈവത്തെ സ്പർശിക്കപ്പെട്ട് മാറ്റപ്പെടാനിടയായിരിക്കും. But our hearts need to be open to receive it. അതുകൊണ്ട് ദൈവവചനം ദൈവത്തെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. We are about to start a wonderful review of history. നമ്മുടെ ചരിത്രത്തിന്റെ ഒരു റിവിഷൻ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. But we need God to open our minds and hearts. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും തുറക്കുവാൻ ദൈവത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. We are told that there's a letter from Brother Starr. ബ്രദർ സ്റ്റാർജിയുടെ ഒരു ലേഖനമുണ്ട്. He was with Ellen White in Australia. അദ്ദേഹം ഓസ്ട്രേലിയയിൽ മിസസ് വൈറ്റിനോടൊപ്പം ആയിരുന്നു. And he wrote a letter to Brother A.T. Jones in Battle Creek. ബാറ്റിലുള്ളതായ എ.ടി. ജോൺസൺ അദ്ദേഹം ഒരു ലെറ്റർ എഴുതി. And he said that Ellen White was describing the moments that God gave the law in Mount Sinai. സീനായി പർവ്വതത്തിൽ ദൈവം നിയമം എഴുതി കൊടുത്തത് ആ കത്തിലൂടെ മിസസ് വൈറ്റ് അവരോട് പറയുന്നുണ്ടായി. And she said that the angels of God ദൈവത്തിന്റെ ദൂതന്മാർ came around the people ആ കൂടിയിരുന്ന ജനങ്ങൾക്ക് ചുറ്റും ദൈവദൂതന്മാർ കടന്നു വന്ന് and surrounded them around and all over. അവർക്ക് ചുറ്റും ദൈവദൂതന്മാരുടെ പ്രകാശനമുണ്ടായി. It made a great living tabernacle. അതൊരു ജീവിക്കുന്ന സമാഗമ കൂടാരമായി മാറ്റപ്പെട്ടു. And from that place they pushed out all the evil angels, all the angels of the enemy. അങ്ങനെ ദൈവദൂതന്മാർ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ദുഷ്ടദൂതന്മാരെയും അവിടുന്ന് മാറ്റപ്പെടുവാനും ഇടയായി. So that the words that God was to speak to them അതാണ് ദൈവത്തിന് അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്ന ദൈവത്തിന്റെ വചനം would come to them without interference from the enemy. ആ ദൈവത്തിന്റെ വചനം ദുഷ്ടന്മാരുടെ യാതൊരു ഇടപെടലും കൂടാതെ അവരിലേക്ക് എത്തിച്ചേരാൻ ഇടയായിരിക്കുന്നു. And that's what we need today. അത് തന്നെയാണ് നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. We need the angels of God here to protect us from the influence of the enemy. ദൈവദൂതന്മാരുടെ സാന്നിധ്യം നമുക്ക് ഇവിടെ ആവശ്യമാണ്. ദുഷ്ടദൂതന്മാർ നമ്മളെ ദൈവവചനം സ്വീകരിക്കുന്നത് തടസ്സപ്പെടുത്താതിരിക്കേണ്ടതാണ്. How many want this? എത്ര പേര് ദൈവദൂതന്മാരുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്? So we will have another prayer. നമുക്ക് അതുകൊണ്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കാം. And I ask you to pray as well while the presentation is happening. ഈ പ്രസന്റേഷൻ നടക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. So that God can use me to speak to you. അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ എന്നെ ഉപയോഗിക്കാനിടയായിത്തീരും. And God can also touch our ears and hearts. നമ്മുടെ ഹൃദയത്തെയും ചെവികളെയും കാതുകളെയും ദൈവത്തിന് തൊടുവാൻ ഇടയായിത്തീരും. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Dear Heavenly Father, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, thank you for opening the doors for these meetings to happen. ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തപ്പെടുന്നവരണം വാതിലുകൾ തുറന്നു ഓർത്ത് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. We ask for your blessing over this meeting. ഈ മീറ്റിംഗിനെ അവിടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. May you use us according to your will. അങ്ങയുടെ വചനപ്രകാരം ഞങ്ങളെ ഉപയോഗിക്കണമേ. May you speak to us. ഞങ്ങളോട് സംസാരിക്കണമേ. May our hearts be revived. ഞങ്ങളുടെ ഹൃദയത്തിന് ഒരു ഉണർവുണ്ടാവാൻ ഇടയാക്കണമേ. May you pour upon us the Holy Spirit. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. And may you protect us from all destruction. സൈന്യത്തിൽ നിന്ന് ദുഷ്ടമായ ഇടപെടുന്ന ഞങ്ങളെ സംരക്ഷിക്കണമേ. We pray in Jesus' name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. So we don't have the PowerPoint yet on the screen, but I invite you to open the Bible in
Matthew chapter 28, verses 18 through 20. നമുക്കിവിടെ പവർ പോയിന്റുകളുടെ പ്രദർശിപ്പിക്കാൻ ഇപ്പോൾ സാധ്യമല്ല. എന്നാൽ വേദപുസ്തകം പുതുക്കുവാൻ നിങ്ങൾ ആവശ്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 28-18 മുതൽ 20 വാക്യം. Matthew 28, 18 through 20. മത്തായിയുടെ സുവിശേഷം 28 18 മുതൽ 20 വാക്യം. യേശു അടുത്ത് ചേർന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകെ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കണം ഉദ്ദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരായി ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് ഇവിടെ ഉണ്ട് എന്ന് അറിയിച്ചു. The Bible says that Christ said that he has all power. കർത്താവായ യേശു ക്രിസ്തുവിന് എല്ലാ അധികാരവും ഉണ്ട് എന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു. He says all power is given unto me എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. in heaven and in earth. സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. And then he gives a command. അതിനുശേഷം അദ്ദേഹം നമുക്ക് കൽപ്പന നൽകുകയാണ്. Go ye therefore അതുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ എല്ലായിടത്തും പോയി and teach all nations. എല്ലാ ജാതികളെയും എല്ലാ ജനങ്ങളെയും പഠിപ്പിക്കുക. So he has the authority to send us. നമ്മളെ അയക്കുവാൻ അദ്ദേഹത്തിന് കർത്താവ് യേശു ക്രിസ്തുവിന് അധികാരമുണ്ട്. He sent us to teach all nations. എല്ലാ ദേശത്തുള്ള മുഴുവൻ ആളുകളെയും പഠിപ്പിക്കുവാൻ ഉപദേശിക്കുവാൻ ദൈവം നമ്മളെ അയച്ചിരിക്കുകയാണ്. He has all the power to make that happen. അത് സമ്മതമാക്കുവാനുള്ള എല്ലാ അധികാരവും കഴിവും ദൈവത്തിനുണ്ട്. And then he said that he will be with us until the end of the world. ലോക അവസാനത്തോളം നമ്മുടെ കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. Are we still in the world? നമ്മൾ ഇന്നും ഈ ലോകത്തിൽ തന്നെയാണോ? Is India one of the all nations that he included? കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതായ എല്ലാ ദേശത്തിലുമുള്ളതായ ഒരു സ്ഥലമാണ് നമ്മുടെ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ. It is. അത് തന്നെ. So we are fulfilling the command of Christ. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നൽകിയതായ ആ കൽപ്പന അല്ലെങ്കിൽ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. And we can count on the supernatural power he has to offer so that we can fulfill it. ദൈവത്തിന് നമുക്ക് നൽകാവുന്ന വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ പരിശുദ്ധാത്മാവിന്റെ അതിശയകരമായ ശക്തിക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. അത് നമുക്ക് ക്ലെയിം ചെയ്യാം. Now let's read Jude chapter 1 verse 3. യൂദയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. Jude chapter 1 verse 3. ഇങ്ങനെ വായിക്കുന്നു, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. വേദപുസ്തകമുള്ളവര് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. It says that we should earnestly contend for the faith which was once delivered unto the saints. നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വേഗത്തിൽ കടന്നു വരണമെന്ന് ഒരിക്കലായി അരങ്ങേൽപ്പിച്ച് ആ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ വിശ്വാസം നിറവേറ്റുവാൻ അടുത്തു വരണമെന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. Now, what is to contend? What is the meaning of അതിന്റെ contend? അർത്ഥം എന്താണ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? To fight for, right? ആ വിശ്വാസമായി പോരാടുക എന്നുള്ളതാണ്. We should fight for something. നമ്മൾ ചിലതിന് വേണ്ടി പോരാടേണ്ടതുണ്ട്. What should we fight for? എന്തിനു വേണ്ടി പോരാടണം? For the faith. Which faith? വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഏത് വിശ്വാസം? The faith which was given in the beginning to the saints. ആദിയിൽ ദൈവം നൽകിയതായ വിശുദ്ധന്മാർക്ക് നൽകിയതായ അതേ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടണം. The apostles of Christ went all over preaching the gospel of Christ. അപ്പോസ്തലന്മാർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോയി ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയുണ്ടായി. The apostle Thomas came to India and he preached the faith of Christ. അപ്പോസ്തലൻ തോമസ് ഇന്ത്യയിൽ കടന്നു വന്നിട്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഈ കേരളത്തിൽ പ്രസംഗിച്ചു. For the past 2000 years that faith has been progressing here. കഴിഞ്ഞ 2000 വർഷമായി ആ വിശ്വാസം ഈ കേരളത്തിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. But do you know that although Christ established that faith, there was another system that came to bury that faith? നമുക്കറിയാമോ, ദൈവം ആ ഒരു വിശ്വാസം നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും നിലനിർത്തിയെങ്കിലും അതിനെ എതിർക്കുന്ന വേറൊരു സമിതിയുടെ ലോകത്ത് കടന്നു വന്നു. So for a long time, actually 1260 years, a system
And we know which system it is. It is the papal system. Worked to bury the truth. നമുക്കറിയാം ദൈവം ആദിയിൽ നൽകിയതായ ആ വിശ്വാസത്തെ തടസ്സപ്പെടുത്തുവാൻ കൃത്യമായി പറഞ്ഞാൽ വേദപുസ്തക പ്രകാരം 1260 വർഷം ആ വിശ്വാസം തടഞ്ഞു നിർത്താൻ ഒരു ശക്തി ഈ ലോകത്തിൽ ഉടലെടുത്തു. But the Lord said, "Let there be light." എന്നാൽ ദൈവത്തിന് വായന പറയുന്നു അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. And light began to shine into the world again. അതുകൊണ്ട് ആ വെളിച്ചം വീണ്ടും ലോകത്തിലേക്ക് പ്രകാശിക്കാൻ ഇടയായിത്തീർന്നു. We will see that in more details in a little bit. നമുക്ക് അത് കുറെ കൂടി വിശദമായി ഇന്ന് മനസ്സിലാക്കാൻ കഴിയും. Now, because we only have a short time and there's a lot to study, നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ വചനം പഠിക്കുവാൻ ഒരുപാടുണ്ട് താനും. I will need to summarize things, but you can read it more in Great Controversy in other books. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കമായി മാത്രമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വൻ പോരാട്ടം എന്ന പുസ്തകത്തിൽ ഇത് കൂടുതലായി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. So, let's open the Bible to Mark chapter 1, verses 9 through 15. We're not going to read the whole thing. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 15 വരെ വേദഭാഗം നമുക്ക് പരിശോധിക്കാം. മുഴുവൻ ഭാഗം നമ്മൾ വായിക്കാൻ പോകുന്നില്ല. But we will highlight a few points. അതിനകത്ത് ചില പ്രത്യേകപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ കൂടുതലായി സ്ട്രെസ് ചെയ്യുന്നതായിരിക്കും. The Bible says that after Jesus was baptized, കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നാനത്തിന് ശേഷം God said to him, "Thou art my beloved son." ദൈവം യേശുവിനോട് പറഞ്ഞു, ഇത് എന്റെ പ്രിയപുത്രനാണ്. He went into the wilderness guided by the Spirit for 40 days. പിന്നീട് 40 ദിവസം മരുഭൂമിയിലേക്ക് യേശുക്രിസ്തുവിന് പോകേണ്ടി വന്നു. Immediately after that, ഉടനെ തന്നെ അതിനുശേഷം he came into Galilee preaching the gospel. ഈ മരുഭൂമി യാത്രയ്ക്ക് ശേഷം ഗലീലയിൽ കടന്നു വന്ന് സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചു. And do you know what he said when he preached the gospel? എന്താണ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്? He said, "The time is fulfilled, സമയം നിവൃത്തിയായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. and the kingdom of God is at hand." ദൈവരാജ്യം നമ്മുടെ കയ്യിലായിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് സമീപമായിരിക്കുന്നു. Repent ye and believe the gospel. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. Now I highlighted a word here in blue. ഞാൻ നീല മഷി കൊണ്ട് അല്ലെങ്കിൽ നീല നിറം കൊണ്ട് ഒരു വാക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. The word time. അത് സമയം എന്നുള്ളതാണ്. What time is that? അതേത് സമയമാണ്? What does it mean? അതിന്റെ അർത്ഥം എന്താണ്? I heard somebody say. ആരോ എന്ന് പറയുന്നത് കേട്ടു. The prophetic time. Okay. അത് പ്രവചന സമയം എന്നാണ് പറയുന്നത്. Now Jesus is saying the prophetic time is fulfilled. പ്രവചന സമയം നിവൃത്തി ആയി എന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു. Which prophetic time? ഏത് പ്രവചന സമയം? There was a prophetic time that was fulfilled when he was baptized. നേരത്തെ ഒരു പ്രവചന സമയം ഉണ്ടായിരുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നാനത്തോടു കൂടി നിവൃത്തിയായി. What was it? അതേത് സമയമാണ്? ആ പ്രവചന സമയം ഏതാണ്? Let's look at it. When was the 2,300 days fulfilled? 2200 സന്ധ്യവിശ്വസം പൂർത്തിയായത് എപ്പോഴാണ്? The 2,300 days were only fulfilled in 1844. 2300 സന്ധ്യവിശ്വസം പൂർത്തിയായത് എപ്പോഴാണ്? 1798. So it could not be the 2,300 days. 1944 Okay, right. So which prophecy was fulfilled when Jesus was baptized? ഏത് പ്രവചന സമയമാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നാന സമയത്ത് നിവൃത്തിയായത്? The anointing, that's right. And where is that prophecy located? കർത്താവ് യേശുക്രിസ്തുവിന്റെ അഭിഷേകം അഥവാ കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നാനം എന്ന പ്രവചന സമയമാണ് പൂർത്തിയായത്. അത് ഏത് പ്രവചനത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? Daniel 9, right? 24 to 27. Okay. ദാനിയേൽ 9-ാം അധ്യായത്തിൽ So if we let's zoom in here, maybe
maybe some of you can see here, but the 70 weeks is the prophecy from Daniel 9. ദാനിയേൽ 9-ാം അധ്യായത്തിലെ 70 ആഴ്ചവട്ട കാല പ്രവചനത്തെയാണ് ഈ സ്നാന സമയത്ത് പൂർത്തീകരിക്കപ്പെട്ടത് എന്ന് പറയുന്നത്. The starting point of the 70 weeks ഈ 70 ആഴ്ചവട്ടത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്, ആരംഭം എന്ന് പറയുന്നത് 457 BC ആണ്. The starting point of the 70 weeks is the same starting point of the 2300 days. ആ 2300 സന്ധ്യോഷത്തിന്റെ ആരംഭവും ഈ 490 വർഷത്തിന്റെ ആരംഭവും ഒന്ന് തന്നെയാണ്. When is that? എന്നാണ് അത് സംഭവിച്ചത്? What year? ഏത് വർഷം? 457, before or after Christ? Before, right? 457. What established that date? ആ ദിവസത്തിൽ എന്ത് ആണ് സ്ഥാപിതമായത്? Which decree? To rebuild Jerusalem. യെരൂശലേം പുനർസൃഷ്ടിക്കുക അല്ലെങ്കിൽ പുനർനിർമ്മിക്കാനുള്ളതായ Who gave that decree? ആരാണ് കൽപ്പന നൽകിയത്? Who gave that decree? Artaxerxes. Artaxerxes. Okay, very good. So we know when it started. Now, when Jesus was baptized, how many years had passed from the beginning of the 70 weeks? ഈ 70 ആഴ്ചവട്ട പ്രവചനത്തിന്റെ ആരംഭം മുതൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നാനം വരെ എത്ര വർഷം എടുത്തു? 483. 483 വർഷം. 483 വർഷം. 490 is the whole 70 weeks. 490 എന്ന് പറയുന്നത് 70 വർഷത്തിന്റെ മുഴുവനാണ്. 70 വർഷവട്ടത്തിന്റെ മുഴുവൻ കാര്യമാണ്. When he was baptized, it was still the end of the 69th week. There was 1 week left. 69 ആഴ്ചയുടെ അകത്തിലാണ് സ്നാനമേറ്റത്. പിന്നെ ഒരാഴ്ച ബാക്കിയുണ്ടായിരുന്നു. And that 1 week had 3 events. ആ ഒരാഴ്ച, അതായത് പിന്നീടുള്ള 70ാമത്തെ ആഴ്ചയിൽ 3 സംഭവങ്ങൾ നടക്കേണ്ടതുണ്ട്. In the beginning of that 1 week, there will be the baptism of Jesus. ആ ആഴ്ചയുടെ ആരംഭത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നാനം. There will be 7 years of witnessing to the truth. 7 വർഷം വീണ്ടും യഹൂദന്മാർക്ക് വേണ്ടി കൊടുക്കുന്നു. So there will be 7 years, 1 week. Each day is a year. ഒരാഴ്ച, അതിലെ 7 വർഷം. In the middle of the week, the Messiah would be cut off. ആരംഭത്തിൽ സ്നാനം, അതിന്റെ പകുതിയിൽ 3.5 വർഷമായപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിക്കണം. And then at the end of the week, ആ ആഴ്ചയുടെ അവസാനം there was the stoning of Stephen. സ്തെഫാനോസിന്റെ മരണം. So, when Jesus was baptized, he came into Galilee and he preached the gospel, saying, "The time is fulfilled." കർത്താവ് യേശുക്രിസ്തു സ്നാനത്തിന് ശേഷം ഗലീലയിൽ വന്ന് സമയം നിവൃത്തിയായി എന്ന് പറഞ്ഞു. He was helping people to understand that the 70 weeks were almost finished. ജനത്തിന് ഈ 70 ആഴ്ചപ്പെട്ട കാലത്തിന്റെ കാലഘട്ടം പൂർത്തിയായി എന്ന് ജനത്തെ മനസ്സിലാക്കാനാണ് യേശു ശ്രമിച്ചത്. If they understood that, and if they were studying the prophecies, അവരത് പ്രവചനം പഠിച്ചിരുന്നെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കുമായിരുന്നു. they would know that the Messiah would be cut off in 3.5 years. കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ആ സമയത്ത് നടക്കുമായിരുന്നു. അതായത് അവസാനത്തെ ആഴ്ചയുടെ പകുതിയിൽ നടക്കുമെന്നുള്ളത് അവർക്ക് മനസ്സിലാകുമായിരുന്നു. But many things in the world had attracted their attention. എന്നാൽ ലോകത്തിലെ പല കാര്യങ്ങളും അവരുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റിയതുകൊണ്ട് And they failed to recognize the very Christ. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. This graph, this prophetic timeline, ഈ ഗ്രാഫ് അല്ലെങ്കിൽ ഈ ചിത്രം is available in digital format for free. It's free. They can download it. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ അത് ഫ്രീ ആയി ലഭിക്കുന്നതാണ്. And I believe Pastor Rajesh will help in translating to Malayalam. മലയാളത്തിൽ തർജ്ജമ കൊടുക്കാൻ ഭാഷാവിശേഷ സഹായിക്കുമെന്ന് കരുതുന്നു. So the 70 weeks is this first prophecy here. ആ 2300 സന്ദേശത്തിന്റെ ആദ്യത്തെ പ്രവചന കാലഘട്ടമാണ് ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത്. The 2300 days is the longest Bible prophecy.
വേദോസ്തവത്തിലെ ഏറ്റവും നീണ്ട പ്രവചന ക്രമമാണ് ഈ 2300 സന്ധിവിശ്വസം എന്ന് പറയുന്നത്. I'm sorry, the longest time prophecy. ഏറ്റവും നീണ്ട സമയ പ്രവചനമാണ് 2300 സന്ധിവിശ്വസം. But there was another prophecy called the 1260 days or years. എന്നാൽ വേറൊരു പ്രവചനമുള്ളത് 1260 ദിവസ പ്രവചനമാണ്. The people in the time of the Apostle Paul അപ്പോസ്തലൻ പൗലോസിന്റെ കാലഘട്ടത്തിലെ ആളുകൾ were thinking that Jesus would come immediately. ആ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു വരുമെന്നാണ് അവർ കരുതിയത്. And in the second letter to the Thessalonians, അത് 2 തെസ്സലോനിക്കർ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. he warns them, ജനങ്ങളെ അവർ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, saying that before Christ comes, there will come an apostasy. കർത്താവ് യേശു ക്രിസ്തുവിന് മുമ്പ് ഒരു വിശ്വാസ ത്യാഗം നടക്കുമെന്നാണ് പറയുന്നത്. A falling away. അവര് വിശ്വാസത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ പിന്മാറി പോകുന്ന അവസ്ഥ. And the men of sin will be revealed. അധർമ്മമൂർത്തി വെളിപ്പെടുമെന്നാണ് പറയുന്നത്. He was talking about this long period of 1260 years. അവിടെ അപ്പോസ്തലൻ പൗലോസ് ഈ നീണ്ട 1260 വർഷക്കാലത്തെ നീണ്ട പ്രവചനത്തെ കുറിച്ചാണ് പ്രതിപാദിച്ചത്. During that period, ആ കാലഘട്ടത്തിൽ the papacy would have supremacy. അന്ന് പാപ്പാസിൽ അതിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന കാലഘട്ടമായിരുന്നു. And the church of God would be hidden in the desert, in the wilderness. അന്ന് ദൈവത്തിന്റെ സഭ പല സ്ഥലങ്ങളിലും ചെറിയ കൂട്ടമായി പർവ്വതങ്ങളിലും മറ്റു പറയുന്നതൊക്കെ ഒളിഞ്ഞ് അല്ലെങ്കിൽ രഹസ്യത്തിലിരിക്കുന്ന സഭയായിരുന്നു. In order for us to know when the 1260 years would start, ഈ 1260 വർഷം എന്ന് ആരംഭിക്കുമെന്ന് മനസ്സിലാക്കേണ്ടതാണ്. we have to look at the 10 horns. ഈ വേദപുസ്തകത്തിലെ പ്രവചനത്തിലെ 10 കൊമ്പുകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. Out of the 10 horns, 3 were plucked up ഈ 10 കൊമ്പിൽ നിന്ന് 3 പിഴുതെടുത്ത് കളഞ്ഞിരുന്നു. by that little horn that had eyes and grew and had a mouth. ആ കൊമ്പ് പറയുന്നതും ദൈവദൂഷണം പറയുന്നതുമായ ചെറിയ കൊമ്പ്. So the 10 horns, we already know the names, right? Do you know? 10 കൊമ്പുകൾ അതിന്റെ രാജ്യങ്ങളുടെ പേരുകളൊക്കെ നമുക്കറിയാമല്ലോ. Who knows the names of the 10 horns? ആ 10 കൊമ്പുകളുടെ പേര് ആർക്കൊക്കെ അറിയാം? Anybody? ആർക്കൊക്കെ അറിയാം? അറിയാവുന്നവരുണ്ടോ? 10 കൊമ്പുകൾ, 10 രാജ്യങ്ങൾ. One person? അറിയാമോ? 1 2 ആർക്കൊക്കെ അറിയാം ഈ 10 കൊമ്പുകളുടെ പേരുകൾ? അറിയാവുന്ന കയ്യിൽ പൊങ്ങിക്കും. Okay, because not many people raise their hand. Let's try to from memory. Okay, let's try to review. Okay, ഒരുപാട് ആളുകൾ കൈ ഉയർത്താത്തതുകൊണ്ട് നമ്മുടെ ഓർമ്മയിൽ നമുക്ക് അതൊന്ന് പറഞ്ഞു നോക്കാം. I tend to think of them in a kind of like a clock. നമ്മുടെ ഘടികാരം പോലെ ക്ലോക്ക് പോലെ ആ രീതിയിൽ അതിനെ ഒന്ന് ചിന്തിക്കാൻ ഞാൻ കരുതുന്നു. So starting from England, which groups settled in England? What was the name of the horn that settled in England? The Anglo-Saxon, right? Anglo-Saxon. Okay, so Anglo-Saxon. And then as the dial keeps going around, we go to Germany. Who were the one horn that was in Germany? Alemannia. And then right after Germany, you have Switzerland. Who was that? Switzerland. Burgundians. Right? And then after that, you have Italy. Well, what was the people that settled in Italy? What was another name for Italy in the Middle Ages? Lombardia, right? So the Lombards settled in Italy. Then if you keep going, you hit Spain. What was the group that settled in Spain? The Visigoths, that's right. And then you go to Portugal with the Suevi. And then you hit France. Okay, that's easy. Who were the people that settled in France? The Franks, right? And we already mentioned 7. So we have 3 to go. The 3 that are left are the 3 that disappeared. The The other 7 still exist.
ആ വാക്ക് 7 ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. Heruli, they were plucked up by the root in 493. 493 AD അവരെ വേരോടെ പിഴുതു കളഞ്ഞു. The Vandals, they were destroyed in 534 by General Belisarius, Eastern Roman general. And then the same general who destroyed the Vandals in Africa came to Rome, and the Ostrogoths were finally overcome by him in 538. അവസാനം 538 ഓസ്ട്രോഗോസിനെയും ഈ ഇതേ ജനറൽ തന്നെ അവരെയും പിഴുതു കളഞ്ഞു. Why is it important to know this date? ഇതൊക്കെ ഈ ഡേറ്റുകളൊക്കെ അറിയേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? Because we have 1260 years that will start here. അതെ, ഈ 1260 വർഷത്തെ കാര്യം മനസ്സിലാക്കുവാൻ ഇവിടെയാണ് തുടങ്ങുന്നത്. And this period would be dominated by a power that is the Antichrist. ഈ 1260 വർഷത്തിന്റെ ആധിപത്യം ഒരു പ്രത്യേക സമൂഹത്തിന് അത് അവരെ അന്തിക്രിസ്തു എന്ന് വിളിക്കാവുന്ന ശക്തിയാണ്. Very few have any idea of how terrible was this period. കാലഘട്ടം എത്ര ഭയങ്കരമായെന്നുള്ളതിനെ കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലും അറിവുള്ളൂ. We have to read. നമ്മൾ വായിക്കേണ്ടതുണ്ട്. If we don't read, we will forget history. നമ്മൾ വായിച്ചില്ലെങ്കിൽ ചരിത്രം നമ്മൾ മറന്നു പോകും. So in 538 began the 1260 years of papal supremacy. 1260 വർഷത്തിന്റെ ആരംഭം കുറിക്കുന്നത് 538 So what happened to the Church of God during that long period of darkness? ഈ ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്ന 1260 വർഷം 538 തുടങ്ങി ആ കാലഘട്ടം മുതൽ ദൈവസഭയ്ക്ക് എന്ത് സംഭവിച്ചു? The Bible says that the woman, the true church, fled into the wilderness. ദൈവത്തിന്റെ യഥാർത്ഥ സഭ സ്ത്രീ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു എന്നാണ് വേദപുസ്തകം പറയുന്നത്. Do you know what people for about 1,000 years was the true church of God? നിങ്ങൾക്കറിയാമോ 1000 വർഷം ദൈവത്തിന്റെ സഭയായിരുന്ന ജനങ്ങൾ എവിടെയായിരുന്നു? Who were keeping the Bible and being missionaries to all of Europe. അവര് ലോകത്തിൽ മുഴുവൻ സുവിശേഷകരായി അവരുടെ വേദപുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് രഹസ്യമായി വെച്ചുകൊണ്ടൊക്കെ പ്രവർത്തിക്കുകയായിരുന്നു. Their name is the Waldenses. അവരുടെ പേര് നമുക്കറിയാം. The Waldenses say that their history is all the way back from the time of Constantine and the Pope Sylvester I. വിശ്വാസത്യാഗത്തിന്റെ സമയം മുതൽ ഈ കാലഘട്ടത്തിലൊക്കെയും അവർ ഈ സുവിശേഷം ദൈവത്തിന്റെ വചനം കാത്തു സൂക്ഷിച്ചു. That is early in the 4th century. അത് 4ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിലാണ്. They went as missionaries 2 by 2 around Europe. അവര് ദേശത്തൊക്കെ ഈ പേരായി സുവിശേഷത്തിന്റെ വക്താക്കളായി ലോകത്തിലേക്ക് ഇറങ്ങി. Many of them had a martyr's death. അവർക്കൊക്കെ രക്തസാക്ഷിത്വം പലർക്കും രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നു. They would make copies of the Bible. അവര് വേദപുസ്തകം കൈകൊണ്ട് അതിന്റെ കോപ്പികൾ എഴുതി in small tracts ചെറിയ പേപ്പറിൽ എഴുതി or pieces of garments. അല്ലെങ്കിൽ അവര് കച്ചവടക്കാരുടെ രൂപേണ അവരുടെ വസ്ത്രത്തിലൊക്കെ അത് ഒളിച്ചു വെച്ച് and they would keep it in their pockets hidden. അവരുടെ പോക്കറ്റിൽ രഹസ്യമായി ആ വേദപുസ്തകത്തിന്റെ കൈയെഴുത്ത് പ്രതികൾ സൂക്ഷിച്ച് and they would go as peddlers, as sellers. അവർ ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ വിൽക്കുന്നവരെ കച്ചവടക്കാരുടെ രൂപത്തിൽ അവർ പല ഭവനങ്ങൾ സന്ദർശിക്കാൻ പോവുകയും and sell garments, jewels, pots. അവർക്ക് വസ്ത്രങ്ങളും രത്നങ്ങളും മറ്റു പാത്രങ്ങളും ഒക്കെ അവിടെ വിൽക്കുകയും and people receive them into their houses. അങ്ങനെ അവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കി അവിടെയുള്ളവർ ഇവരെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. But if those missionaries saw that the people in whose house they were open to receive the gospel, അപ്പോൾ അവർക്ക് മനസ്സിലായി അവരെ സ്വീകരിച്ച ഭവനത്തിലുള്ള ആളുകൾക്ക് ഈ സുവിശേഷം സ്വീകരിക്കുന്ന മനസ്സുള്ളവരാണെന്ന് അവർ തിരിച്ചറിയുകയും they would pull out a Bible verse. അവരുടെ പോക്കറ്റിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന വേദപുസ്തകത്തിന്റെ കോപ്പികൾ അല്ലെങ്കിൽ എഴുതിയ പേപ്പറുകൾ അവരുടെ പോക്കറ്റിൽ നിന്ന് വെളിയിലെടുത്ത് and read to the person. അവരോട് അവരെ വായിച്ചു കേൾപ്പിക്കും. And the person would be so impressed. ഇത് കേൾക്കുന്നവർക്ക് വലിയ അതിശയം സന്തോഷം ഉണ്ടാവും.
they would say, "Is it true? ഈ വായിച്ചതൊക്കെ സത്യമാണോ എന്ന് അവർ ആശ്ചര്യത്തോടെ ചോദിക്കും. God loves me this much?" ദൈവം എന്നെ ഇത്രയും ഇതുപോലെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവർ അതിശയപ്പെടും. And they would be amazed. അവരെ ഭയങ്കര അതിശയമായി തോന്നും. And when the Waldenses would leave their house, ഈ വാൽഡൻസന്മാർ അവരുടെ വീട് വിട്ടുപോകുമ്പോൾ Ellen White says that the person would be thinking, "Were there angels that came to my house?" ആ വീട്ടിലുണ്ടായിരുന്നവർ ചിന്തിക്കുന്നത് ദൂതന്മാരാണോ എന്റെ വീട്ടിൽ വന്നു പോയതെന്ന് അവർ ചിന്തിക്കുമായിരുന്നു. So this was the church in the wilderness, ഇങ്ങനെയാണ് മരുഭൂമിയിലെ അന്ന് സഭ വളർന്നുകൊണ്ടിരുന്നത്. the true church of God. ദൈവത്തിന്റെ യഥാർത്ഥ സത്യസഭ. Now the false church was persecuting the Waldenses, എന്നാൽ തെറ്റായ സഭ അന്ന് യഥാർത്ഥ സഭയെ പീഡിപ്പിക്കുകയായിരുന്നു. was burning them alive, അങ്ങനെ ഈ ഇതുപോലെ സുവിശേഷകരെ വിശ്വാസികളെ ജീവനോടെ ചുട്ടരിക്കുകയായിരുന്നു. was pushing them off the cliff for them to be smashed on the ground. അവരെ മരിക്കുന്നതിന് വിവിധങ്ങളായ രൂപങ്ങൾ വിവിധങ്ങളായ രീതികൾ അവരെ വെച്ച് അവരെ കൊല്ലുക, And was torturing them. അവരെ അങ്ങേയറ്റം പീഡിപ്പിക്കുകയായിരുന്നു. So let's not confuse the true church with the false church and call everything God's church. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ സഭയും തെറ്റായ സഭയും തമ്മിൽ കൂട്ടിക്കലർത്തി എല്ലാം ദൈവസഭയാണെന്ന് ചിന്തിച്ചു പോകാനിടയാകരുത്. God has His church ദൈവത്തിന്റെ സഭയുണ്ട്. and still has the mission. ആ ദൗത്യം ഇപ്പോഴും ദൈവത്തിനുണ്ട്. ദൈവത്തിന്റെ സഭയും സഭയുടെ ദൗത്യവും. What is the mission of God's last day church? ഈ അന്ത്യകാലത്തായിരിക്കുന്ന ദൈവസഭയുടെ ദൗത്യം എന്താണ്? If there is one mission that we have, what is it? നമുക്ക് ഒരു ദൗത്യമല്ലേ ഉള്ളൂ. To preach the three angels' messages. അന്ത്യകാലത്തെ ദൈവസഭയുടെ ഏക ദൗത്യം എന്ന് പറയുന്നത് 3 ദൂതന്മാരുടെ ദൂത് പ്രസംഗിക്കുക എന്നുള്ളതാണ്. The result of preaching that message will prepare people for the Lord to receive the Lord, to be standing when He comes. ഈ ദൂത് യേശുക്രിസ്തു വരുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ജനത്തെ തയ്യാറാക്കുന്നതിന് ഈ ദൂത് പ്രസംഗിക്കുന്ന എന്ന ദൗത്യമാണ് അന്ത്യകാലത്തെ സഭയ്ക്കുള്ളത്. But brothers and sisters, what churches are preaching the three angels' messages? അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഏത് സഭയാണ് ഈ 3 ദൂതന്മാരുടെ സഭ ദൂത് പ്രസംഗിക്കുന്നത്? I don't know of any except the Seventh-day Adventist. സഹോദരൻ സഭ അല്ലാതെ വേറൊരു സഭ ഈ ലോകത്തിൽ ഈ ദൂത് പ്രസംഗിക്കാൻ എനിക്കറിയത്തില്ല. So we have a mission. അതുകൊണ്ട് നമുക്കൊരു ദൗത്യമുണ്ട്. And God will give us the strength to fulfill this mission. ഈ ദൗത്യം പൂർത്തീകരിക്കാൻ ആവശ്യമായ ധൈര്യവും ബലവും ദൈവം നമുക്ക് നൽകും. But in order to do this, we need to know our history. ഇത് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ ചരിത്രം അറിയേണ്ടത് ആവശ്യമാണ്. We need to be studying. നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. We need to be studying our own history. This is an amazing book. Every one of you received one, right? നമ്മുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ പുസ്തകം വളരെ നല്ലൊരു പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു കോപ്പി ലഭ്യമായിട്ടുണ്ടല്ലോ. Who has read this book already? ഇതിനോടൊക്കെ ആരും വായിച്ചു കഴിഞ്ഞ ഈ പുസ്തകം? Is it good? Very good, amazing book, inspiring book. ഒരാളെ വായിച്ചോണ്ട് വളരെ നല്ല ബുക്കാണെന്നാണ് അഭിപ്രായം. It can change your life. ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. Make good use of it. ഇതിനെ നല്ലപോലെ ഉപയോഗിക്കുക, വായിക്കുക. It is God's will that this book be promoted to God's people. നിങ്ങളുടെ ഇടയിലേക്ക് ഇത് പ്രചരിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്. If you read on the back of the book, ഇതിന്റെ താളുകൾ വായിച്ചാൽ you will see what inspiration has to say about it. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം എന്ത് പറയാനുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. So make sure to take advantage of reading of the blessing that it is. അതുകൊണ്ട് ഈ പുസ്തകം വായിച്ച് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രായപ്പെടുന്ന സമയം കണ്ടെത്തുന്നു. I mentioned the Waldenses, but there were several other peoples who were preaching the message and being persecuted at the same time. വാൽഡൻസുകൾ ഈ സുവിശേഷം പ്രചരിപ്പിക്കാൻ എടുത്ത കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അവരെ കൂടാതെ തന്നെ വേറെ അനേക ഗ്രൂപ്പുകൾ ഈ ദൗത്യം ഏറ്റെടുത്തവരുണ്ട്. You can see on the screen the Albigensians. ആ സ്ക്രീനിൽ അവരുടെ പേരുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. Who were they? ആ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പേര് അവരാരാണ്? Some people say they were just Waldenses that were on the French side of the Alps. ചിലർ പറയുന്നത് ഈ വാൽഡൻസ് തന്നെ ഫ്രാൻസിന്റെ തീരത്തുള്ളവരാണ്. And Pope Innocent III പോപ്പ് ഇന്നസെന്റ് മൂന്നാമൻ എന്ന് പറയുന്ന വ്യക്തി established a crusade against the Albigenses. ഇവർക്കെതിരെ ഒരു ക്രൂസൈഡ് സ്ഥാപിക്കുകയുണ്ടായി.
And people from all over Europe came there to the south of France. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഈ ഫ്രാൻസിന്റെ തെക്ക് ഭാഗത്ത് വന്നുകൂടി To Languedoc, Béziers, to Béziers, and they besieged that city, Béziers. They besieged it. They surrounded it. അവര് അത് ആ സ്ഥലം കൈയടക്കി. ഓക്കെ. And they were able to take the city and capture all the people. അവര് ഈ സംഗതി എടുത്തുകൊണ്ട് സത്യം എടുത്തുകൊണ്ട് മുഴുവൻ ആളുകളെയും പിടിച്ചടക്കാൻ അവർക്ക് കഴിഞ്ഞു. And when they came to the legate, the Pope's legate, and asked him what to do with those people, ഈ പോപ്പിന്റെ അടുത്ത് അതുമായി വന്നപ്പോൾ ഇവരെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. because there were Catholics and Albigensians in the same group, Catholics and so-called heretics. ആ ഗ്രൂപ്പിൽ രണ്ട് സമൂഹത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. ഈ ആൽബിയൻസിൽപ്പെട്ടവരും കാത്തലിക് സഭയിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. He replied to them, അവരോട് മറുപടി പറഞ്ഞു, kill them all, അവരെ എല്ലാവരും കൊന്നുകളയുക. because God knows his own. ദൈവത്തിന്റെ സ്വന്തം ജനത്തെ ദൈവത്തിന് അറിയാം. And they were all killed. അങ്ങനെ അവരെ എല്ലാവരും കൊല്ലപ്പെട്ടു. So the Albigenses were exterminated. അങ്ങനെ ആൽബിയൻസിനെ മുഴുവനായി നശിപ്പിച്ചു കളഞ്ഞു. Have you heard of the word genocide? ജനസൈഡ് എന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടോ? As far as I understand, that word was created to describe what happened to the Albigens. ഈ ആൽബിയൻസിന് എന്ത് സംഭവിച്ചു എന്നത് വിവരിക്കാൻ ഉപയോഗിച്ച ഒരു പദമാണത്. There were other peoples, വേറെ ആളുകളുണ്ടായിരുന്നു. the Huguenots. ഹ്യൂഗനോട്സ് എന്ന് പറയുന്നത്. If you read in the Great Controversy, you will find a section that talks about the Saint Bartholomew's massacre. ഈ ബൈബിളിന്റെ പുസ്തകത്തിൽ വായിക്കുകയാണെങ്കിൽ ഇവരെയും കൂട്ടത്തോടെ കൊല ചെയ്തതായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. That's how the papacy, the supremacy of the papacy was. അങ്ങനെയാണ് തെറ്റായ ഉപദേശത്തിന്റെ ഏറ്റവും ഉച്ചകോടി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. Anybody that disagreed with them അവരോട് യോജിക്കാത്ത എല്ലാവരെയും was either forced to recant, ഒന്നുകിൽ അവരെ നിർബന്ധിച്ച് അവരുടെ കൂട്ടത്തിൽ ചേർത്തും, or else they would have to pay with their lives. അല്ലെങ്കിൽ അവരെ കൊന്നുകളയും. There was no religious liberty വേറെ ഒരു മാർഗം അവർക്കുണ്ടായിരുന്നില്ല. and no separation of church and state. അങ്ങനെ രാഷ്ട്രവും മതവും തമ്മിൽ ഒരു വ്യത്യാസമില്ലാതെ രണ്ടും ഒരുമിച്ച് പോകുന്ന ഒരു കാലഘട്ടമായി മാറി. I just mentioned three more groups: the Paulicians, Petrobrusians, and Henricians. ഇനി മൂന്ന് കൂട്ടരെ കുറിച്ച് പറയുകയുണ്ടായി. These were all persecuted groups. ഇവരെല്ലാവരും പീഡനം അനുഭവിക്കപ്പെട്ട കൂട്ടത്തിൽപ്പെട്ടവരാണ്. And it seemed that the darkness was taking control all over Europe. ഈ ലോകത്തിന്റെ മുഴുവൻ ആധിപത്യം അല്ലെങ്കിൽ മുഴുവൻ കാര്യം കൺട്രോൾ അവരുടെ കയ്യിൽ ആകപ്പെട്ടു ഈ 1260 വർഷക്കാലം. But God raised a man called John Wycliffe. എന്നാൽ ജോൺ വൈക്ലിഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം ഉയർത്തി. How many heard of John Wycliffe? എത്ര പേര് ജോൺ വൈക്ലിഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? He's called the morning star of the Reformation. ഈ റിഫോർമേഷന്റെ പ്രഭാത നക്ഷത്രം, മോർണിംഗ് സ്റ്റാർ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. He saw how important was the separation of church and state. ഈ സഭയും രാഷ്ട്രീയവും അല്ലെങ്കിൽ രാഷ്ട്രവും തമ്മിൽ വേർതിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തെ മനസ്സിലായി. At least the Church of Rome. At least the separation from the Church of Rome. ഈ റോമൻ സഭയിൽ നിന്നുള്ളതായ വേർപെടുത്തൽ അദ്ദേഹം പ്രസംഗിച്ചു അല്ലെങ്കിൽ അത് ശ്രമിച്ചു. And so he worked against the papacy with all his might. ഈ പാപ്പത്തിനെതിരായി അദ്ദേഹം മുഴുവൻ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. He wrote against the mendicant monks. അവിടെ ഉണ്ടായിരുന്ന സന്യാസ സമൂഹത്തെ കുറിച്ച്, കത്തോലിക്ക സന്യാസ സമൂഹത്തിന്റെ തെറ്റായ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം എഴുതി. The mendicant monks didn't work. അവരൊന്നും ചെയ്യാതെ തന്നെ, they would just beg. They were beggars. അവരൊന്നും ചെയ്യാതെ മറ്റുള്ളവരിൽ നിന്ന് പണം സ്വീകരിക്കുന്ന മെത്തേഡുകൾ, അതിനുള്ള രീതികൾ അവർ കണ്ടെത്തി. And they would take a lot of gold from England and send to Italy. അവര് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരുപാട് സ്വർണ്ണം കൊണ്ടുവന്ന് ഇറ്റലിയിൽ കച്ചവടം ചെയ്യുമായിരുന്നു. And he was indignant for this. അത് ഈ വിക്ലിഫിന്റെ മനസ്സിൽ ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. He also wrote against the despotic power assumed by the Pope. പോപ്പ് നേടിയെടുത്തതായ എല്ലാ അധികാരത്തെക്കുറിച്ചും അദ്ദേഹത്തിന് വലിയ മനപ്രയാസം ഉണ്ടായിരുന്നു. He made the first translation of the Bible into English.
ഇംഗ്ലീഷിലെ ആദ്യത്തെ ബൈബിൾ ട്രാൻസ്ലേഷൻ അത് ജോൺ വിക്ലിഫ് ചെയ്തു. And Ellen White in Great Controversy says, മിസ്സസ് വൈറ്റ് വൻപോരാട്ട എന്ന പുസ്തകത്തിൽ പറയുന്നത് the great protest against Rome, ഈ റോമിന് എതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് which it was permitted him to utter, ഒരിക്കലും നമ്മൾ നിശബ്ദരായിരിക്കരുതെന്ന് പറയാൻ അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു. was never to be silenced, which means he started a protest, and this protest needs to continue. അതായത് അദ്ദേഹം ഇതിനെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് അതൊരിക്കലും നിർത്താൻ പാടില്ല, അത് തുടരേണ്ടതുണ്ടായിരുന്നു എന്നാണ് മിസ്റ്റർ വൈറ്റ് പറഞ്ഞത്. One person that was influenced by his writings അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മൂലം സ്വാധീനിക്കപ്പെട്ട വേറൊരു വ്യക്തിയാണ് ജോൺ ഹസ്. was John Huss. John Huss was from Bohemia, but you say, where is Bohemia today? ബൊഹീമിയയിൽപ്പെട്ട ആളായിരുന്നു ജോൺ ഹസ്. ബൊഹീമിയ എവിടെയാണ്? So the countries changed names. So രാജ്യങ്ങളുടെ പേരുകൾ ചിലപ്പോൾ മാറ്റപ്പെടാറുണ്ട്. Bohemia is today's Czech Republic. ബൊഹീമിയ എന്ന് പറയുന്നത് ചെക്ക് റിപ്പബ്ലിക്കാണ്. And he was from Bohemia. He was a priest. ജോൺ ഹസ് ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹം ബൊഹീമിയയിൽ നിന്നുള്ള ആളായിരുന്നു. And through reading the writings of Wycliffe, he renounced many of the errors of Romanism. വൈക്ലിഫിന്റെ എഴുത്തുകൾ വായിച്ചിട്ട് റോമൻ കത്തോലിക്ക സഭയിലുണ്ടായിരുന്ന ഒരുപാട് തെറ്റുകൾക്കെതിരായിട്ട് അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. He was finally called to go to Constance to be tried, to be judged. അവസാനം അദ്ദേഹത്തിന് ഈ എന്താ പറയുക പരിശോധന ന്യായാധിപസഭയിൽ അവരുടെ ന്യായവിസ്താര സഭയിൽ അവരെ കൊണ്ട് നിർത്തി. So the emperor Sigismund gave him a safe conduct അദ്ദേഹത്തിന് ഒരു രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞു കൊടുത്തു. to go to Constance. To go to Constance. ഈ വിചാരണ സ്ഥലത്ത് പോകുവാൻ. But despite having the safe conduct from the emperor, എന്നാൽ ഈ രാജ്യത്തിന്റെ അധികാരികളെ എങ്ങനെ ഒരു രക്ഷപ്പെടാൻ ഒരു മാർഗം കിട്ടിയിട്ടും they grabbed him and they threw him in prison. അത് അവര് ഇവരെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു. He was finally burned at the stake on July 6, 1415. 1415 ജൂലൈ 6 ജോൺ ഹസിനെ ചങ്ങലക്കിട്ട് വിറക് കൂട്ടിയിട്ട് അദ്ദേഹത്തെ കത്തിച്ച് ചാമ്പലാക്കി. His execution is very interesting to see how it happened. അതെങ്ങനെയാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് കാണുമ്പോൾ അത് വളരെ ഭയാനകമായി തോന്നാം. This is taken from the Great Controversy. ഗ്രേറ്റ് കോൺഗ്രസ് വൻ പോരാട്ടത്തിൽ എടുത്തതാണിത്. It says, finally they put on his head a cap or pyramidal-shaped mitre of paper. അദ്ദേഹത്തിന്റെ തലയിൽ പിരമിഡ് ഷേപ്പിലുള്ളതായ ഒരു കിരീടം പോലെ സാധനം തലയിൽ വെച്ചു. Which was painted with frightful figures of demons. പിശാചുക്കളുടെ ഭയപ്പെടുത്തുന്നതായ പിക്ചറുകളൊക്കെ പടങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചു. And in front there was the word arch heretic. അതിന്റെ ഫ്രണ്ടിൽ ഹെറിക് എന്നൊരു വാക്ക് എഴുതി വെച്ചു. Which is the main, the principal heretic. ആ ഗുരുപദേശത്തിന്റെ തത്വമാണത്. So they tried to make him ashamed of what he did. അദ്ദേഹം ചെയ്തതിനെ അദ്ദേഹത്തെ ലജ്ജാകരനാക്കുന്നതായ ഒരു പ്രവൃത്തിയായിട്ട് അതിനെ കണ്ടു. But do you know what he said? എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? He said, most joyfully will I wear this crown of shame for thy sake, O Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ഈ ലജ്ജാകരമായ കിരീടം ധരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. Who for me did wear a crown of thorns. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മുള്ളിന്റെ കിരീടം ധരിച്ചപ്പോൾ എനിക്ക് ഈ ലജ്ജാകരമായ കിരീടം ധരിക്കുന്നതിൽ അധികം സന്തോഷമുണ്ട് എന്നാണ് ജോൺ ഹസ് പറഞ്ഞത്. Then the prelate said, now we devote thy soul to the devil. We commit thy soul to the devil. നിന്റെ ആത്മാവിനെ ഞങ്ങൾ ഇപ്പോൾ പിശാചിനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. And he said, lifting his eyes towards heaven, എന്നിട്ട് ജോൺ ഹസ് തന്റെ കണ്ണുകൾ സ്വർഗ്ഗത്തിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, I commit my spirit into thy hands. എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. O Lord Jesus, for thou hast redeemed me. യേശുക്രിസ്തുവെ അവിടെ തന്നെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. Would you do that if you were burning? നമ്മൾ ഇതുപോലെ നമ്മളെ തീക്കിരയാക്കുന്ന ഒരു സംഭവം അനുഭവം വന്നാൽ നമ്മൾ ഇതുപോലെ പറയുമോ? പറഞ്ഞതുപോലെ History says that as the fire was burning on him, ചരിത്രം പറയുന്നത് ഈ തീ അദ്ദേഹത്തെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ he was saying,
Jesus, thou son of David, have mercy on me. കർത്താവേ ദാവീദ് പുത്രാ എന്നോട് കരുണ കാണിക്കണമേ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ്. And he repeated that until his voice couldn't be heard anymore. അദ്ദേഹത്തിന്റെ ശബ്ദം നിലയ്ക്കുന്നതുവരെയും അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരുന്നു. Now, Huss prophesied about Luther. ഈ ജോൺ ഹസ് ലൂഥറിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. Luther says, John Huss prophesied of me when he rose from his prison in Bohemia. ബൊഹീമിയയിലെ ജയിലിലായിരുന്നപ്പോൾ ലൂഥറിനെ കുറിച്ച് ജോൺ ഹസ് പ്രവചിച്ചതായിട്ട് ലൂഥർ പറഞ്ഞിട്ടുണ്ട്. John Huss said, they will roast a goose now. അവരൊരു ഈ അരയണ താറാവ് അരയണ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ടില്ലല്ലോ. നമ്മൾ പറഞ്ഞ മനസ്സിലാവുന്ന പക്ഷിയുടെ പേര് പറഞ്ഞ താറാവിനെ പോലെയാണ് അവരെ ചുടുന്നത് പോലെ. Because Huss in Bohemia means goose. ഹസ് എന്ന് ബൊഹീമിയയിൽ പറഞ്ഞാൽ ഈ അരയണ അല്ലെങ്കിൽ താറാവ് എന്ന് പറയുന്ന പക്ഷിക്ക് തുല്യ അതിന്റെ അർത്ഥമാണ്. And then he said, but after 100 years they will hear a swan sing. അതിനുശേഷം അവർ പറയുന്നത് 100 വർഷത്തിന് 100 വർഷത്തിന് ശേഷം അവര് ഒരു മധുരഗാനം കേൾക്കുന്നുണ്ട് വേറൊരു പക്ഷിയെ. Swan is that beautiful white bird. സ്വാൻ എന്ന് പറയുന്ന പക്ഷി അത് വളരെ വെള്ളത്തൂവലുള്ളതായ കാണാൻ മനോഹരമായ ഒരു പക്ഷിയാണ്. അതിന്റെ ഇമ്പഗാനം ഇമ്പശബ്ദം കേൾക്കാൻ ഇടയാകും എന്നാണ് പറഞ്ഞത്. And Luther said, and that is the way it will be if God wills. ദൈവം ആഗ്രഹിക്കുമെങ്കിൽ അങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ജോൺ ഹസ് അല്ലെങ്കിൽ ലൂഥർ പറഞ്ഞത്. We have 7 minutes to go, so I'll just start on Martin Luther and we will continue the next lecture. നമ്മുടെ ലൂഥറിനെ കുറിച്ച് അല്പം 7 മിനിറ്റിന്റെ ബാക്കിയുള്ളൂ, ബാക്കി ക്ലാസ്സിൽ പിന്നീട് വരും. So Luther was a son of a man that had some funds. ലൂഥർ ഒരു സന്യാസ കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു പുരോഹിത സന്യാസിയായിരുന്നു. But against his father's will, he joined the Augustinian convent at Erfurt. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ താല്പര്യത്തിന് വിപരീതമായി അഗസ്തീനിന്റെ കൗൺസിൽ അദ്ദേഹം ചേർന്നു. He joined them because he made a vow to God. ദൈവത്തോട് അദ്ദേഹം ഒരു ഉടമ്പടി ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് ഈ കൗൺസിൽ അദ്ദേഹം ചേർന്നത്. He was in a thunderstorm and the lightnings were falling, the bolts were falling all around him. അദ്ദേഹം ഈ ഉടമ്പടി പ്രകാരം വളരെ പ്രയാസം അദ്ദേഹത്തിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. And he was so afraid that he said, Lord, if you spare my life, ഒരുപാട് പേടിച്ച് ക്ഷീണിതനായി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്റെ ജീവനെ അവിടെ രക്ഷിക്കുമെങ്കിൽ I will be a monk. ഞാനൊരു സന്യാസി ആയിക്കൊള്ളാം എന്ന്. So because he was a man of his word, വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനായിരുന്നതുകൊണ്ട് he joined the covenant. അങ്ങനെ ആ ഗ്രൂപ്പിൽ ചേർന്ന് സന്യാസി ആയി തീർന്നു. So what did he do in the convent? He tried as best as he could earn God's favor. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ തക്കവണ്ണം അദ്ദേഹത്തെ കഴിയുന്ന വിധത്തിലെല്ലാം അദ്ദേഹം ജീവിക്കാൻ ശ്രമിച്ചു. But how? എന്നാൽ എങ്ങനെയാണ് ജീവിക്കാൻ ശ്രമിച്ചത്? Through his own efforts. അവന്റെ സ്വന്തം പ്രയത്നത്തിലാണ്. How? എങ്ങനെ? Fasting, not eating. ഉപവസിച്ചുകൊണ്ട് ആഹാരം കഴിക്കാതെ, In vigils, spending the nights awake. രാത്രിയൊക്കെ ഉറക്കളച്ചിരുന്ന്, With self-flagellation, hurting himself. സ്വന്തമായി സ്വയം ഒരുപാട് മുറിവുകൾ ശരീരത്തിൽ ഏൽപ്പിച്ച് പീഡിപ്പിച്ച് സ്വയം പീഡിപ്പിച്ച് And endless confessions. ഒരുപാട് ഏറ്റുപറച്ചികൾ നടത്തി. He lived in constant terror before God's holiness. ദൈവത്തിന്റെ വിശുദ്ധിക്ക് മുമ്പാകെ സ്വയം ഒരുപാട് മുറിവേൽപ്പിച്ച് ജീവിച്ചു. He was always thinking about the fiery threats of the law. ഈ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്നത് മൂലമുണ്ടാകുന്ന നരക ജീവിതത്തെ കുറിച്ച് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. 1,000 times he would repeat his vows. He would repeat his vows 1,000 times. ഈ വാക്കുകൾ ആയിരക്കണക്കിന് പ്രാവശ്യം അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുമായിരുന്നു, ആവർത്തിക്കുമായിരുന്നു. But he would break them again. എന്നാൽ പിന്നീടും അത് ലംഘിക്കുമായിരുന്നു. And he got despaired at his inability to achieve the righteousness which he wanted. അദ്ദേഹത്തിന് നേടിയെടുക്കാൻ വിശുദ്ധി നേടിയെടുക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മ, അതിന്റെ സ്വയം കഴിവിൽ അത് സാധ്യമല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെട്ടു. He was so emaciated, so skinny because of not eating. അത് സാധിച്ചെടുക്കാനത്തിൽ അദ്ദേഹത്തിന് വളരെ ദുഃഖവും പ്രയാസവും ഉണ്ടായിരുന്നു. And he had no peace because of being a monk.
അങ്ങനെ ഒരു സന്യാസി ആയി ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് നിരാശയുണ്ടായി. Every confession, every penance only showed him that he was far from God's standard. അങ്ങനെ ഓരോ പ്രാവശ്യം പശ്ചാത്തലം ഏറ്റു പറയുമ്പോഴും ഒക്കെ അദ്ദേഹം ദൈവത്തിന് ഒരുപാട് ദൂരെയാണ് എന്നൊരു തോന്നൽ അദ്ദേഹത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. So a man came to the monastery. ഇവരുടെ സന്യാസ സമൂഹത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നു. His name was Staupitz. സ്റ്റോപ്പിസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. He was the head of the Augustinians in Germany. ആ ജർമ്മനിയിലെ വിശുദ്ധന്മാരുടെ തലവനായിരുന്നു അദ്ദേഹം. He had gone through the same struggle that Luther had. ഈ ലൂഥറിന് ഉണ്ടായിരുന്ന അതേ പ്രയാസത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. So when he saw Luther, ലൂഥറിനെ കണ്ടപ്പോൾ he realized that he needed help. ഈ ലൂഥറിന് അദ്ദേഹത്തിന്റെ സഹായം ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. And he came to Luther and said, "Why do you torture yourself with these thoughts?" അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഈ ചിന്തകളുമായിട്ട് നിന്നെ തന്നെ പീഡിപ്പിക്കുന്നത് വേദനിപ്പിക്കുന്നത് എന്തിനാണ്? Look at the wounds of Christ. കർത്താവ് യേശുക്രിസ്തുവിന്റെ മുറിവുകളിലേക്ക് ഒന്ന് നോക്കൂ. Look at the blood Christ shed for you. നിനക്ക് വേണ്ടി കർത്താവ് ചൊരിഞ്ഞ രക്തം ഒന്ന് കാണൂ. It is there the grace of God will appear to you. ആ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ നിനക്ക് ലഭ്യമായി തീരും. But Luther responded, "I cannot." എന്നാൽ ലൂഥർ അതിന് മറുപടി പറഞ്ഞത്, എനിക്ക് ആ ദൈവസന്നിധിയിൽ കടന്നു വരാൻ പറ്റത്തില്ല. I dare not come to God till I am a better man. ഞാൻ ഇനി നല്ലതാകുന്നതിന് മുമ്പായി എനിക്ക് ദൈവസന്നിധിയിൽ കടന്നു വരാൻ സാധ്യമല്ല. I have not yet repented sufficiently. ആ ശരിയായ രീതിയിൽ ഒരു മനസ്സാധനം എനിക്ക് ഉണ്ടായിട്ടില്ല. Staupitz was shocked. അങ്ങനെ ഈ മനുഷ്യൻ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. He said, "A better man? ഒരു നല്ല മനുഷ്യനായി തീരുവാനോ? Christ came not to save good men, എന്നാൽ ക്രിസ്തു വന്നത് നല്ല മനുഷ്യനെ രക്ഷിക്കുവാനല്ല, but sinners." പാപികളെ രക്ഷിക്കാനാണ്. So Luther felt that a healing balm came to him. അത് കേട്ടപ്പോൾ ഒരു സൗഖ്യത്തിൻ്റെതായ ഒരു വ്യക്തവെപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹം തോന്നി. So Staupitz gave him a Bible അങ്ങനെ അദ്ദേഹത്തിന് ഈ മനുഷ്യന് ഒരു ബൈബിൾ കൊടുത്തു. and told him, "Let the study of the scriptures be your favorite occupation." അങ്ങനെ ഈ വേദപുസ്തകം പഠിക്കുന്നതായി ആകട്ടെ നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. And Luther felt better for some time. അങ്ങനെ അതിനുശേഷം കുറെ കൂടി ആശ്വാസം അല്ലെങ്കിൽ സമാധാനം നന്നായി എന്ന് അദ്ദേഹത്തിന് തോന്നി. But the change was not yet complete. എന്നാൽ ഒരു മാറ്റം പൂർണ്ണമായി എന്നിട്ട് ഉണ്ടായിരുന്നില്ല. His eyes turned away from the Savior to himself. കർത്താവ് യേശുക്രിസ്തുവിലേക്ക് നോക്കുന്നതിന് പകരം തന്നിലേക്ക് നോക്കുന്ന അവസ്ഥയിലേക്ക് മാറി. And he became so overwhelmed by the thoughts that he became sick. ആ ചിന്തകൾ അദ്ദേഹത്തെ അധികമായി വല്ലാതെ ഭരിച്ചത് കൊണ്ട് അദ്ദേഹം രോഗബാധിതനായി മാറി. And this is the last thing that I'll mention. In his sickness, he was at the point of dying. ആ രോഗത്താൽ അദ്ദേഹം മരണപ്രായമായി മാറി. And God sent him an old monk to help him. അങ്ങനെ ആ സമയത്ത് ഒരു പ്രായമുള്ള സന്യാസിയെ സഹായിക്കാൻ വേണ്ടി ദൈവം അയച്ചു. And I want you to pay attention to the words that the monk spoke. ആ സന്യാസി പറഞ്ഞതായ വാക്കുകളോട് അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടു. The monk came to his bedside and started repeating the Apostles' Creed. ഈ സന്യാസി ഇദ്ദേഹത്തിന്റെ കിടക്കയ്ക്ക് അടുത്ത് വന്നിട്ട് അപ്പോസ്തലന്റെ ക്രീഡ് എന്ന് പറയുന്ന സഹായിച്ചു. And he said, "I believe in the forgiveness of sins." എന്നിട്ട് പറഞ്ഞു, കർത്താവ് യേശുക്രിസ്തു നൽകുന്ന ആ പാപക്ഷമയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന്. So Luther repeated after him, "I believe in the forgiveness of sins." അങ്ങനെ പാപക്ഷമ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹത്തോടൊപ്പം ഈ ലൂഥർ ഏറ്റു പറഞ്ഞു. But the monk interrupted him. എന്നാൽ ഈ സന്യാസി അദ്ദേഹത്തെ തടസ്സപ്പെടുത്തി. He said, "No, അങ്ങനെയല്ല, you are not to believe merely in the forgiveness of David's sins or of Peter's sins. നിങ്ങൾ ചെയ്തിട്ടുള്ളതായ ആവർത്തിച്ചുള്ളതായി പിന്നെ ചെയ്ത പാപത്തെ കുറിച്ചല്ല നിങ്ങൾ പറയേണ്ടത്. You must believe in the forgiveness of your sins." നീ നിന്റെ പാപത്തിന്റെ ക്ഷമയെ കുറിച്ചാണ് പറയേണ്ടത്. The decisive words had been spoken. ഇങ്ങനെ തീരുമാനമെടുക്കേണ്ടതായ ഒരു വാക്കുകൾ അവിടെ സംസാരിക്കുകയുണ്ടായി. A ray of light had penetrated the darkness that encompassed Luther. അതുവരെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന അന്ധകാരത്തെ മാറ്റുന്ന ഒരു വെളിച്ചം അദ്ദേഹത്തിലേക്ക് ഇപ്പോൾ ഒരു കൊല്ലിയാൻ പോലെ മിന്നി. He saw it all. അതെല്ലാം അദ്ദേഹം കണ്ടു. The whole gospel in a single phrase. ഈ മുഴുവൻ സുവിശേഷവും ഒറ്റ വാക്കിൽ അദ്ദേഹത്തിന് മനസ്സിലായി. The forgiveness of sins. പാപക്ഷമ എന്ന ഒറ്റ പദത്തിൽ മുഴുവൻ Not the payment.
അദ്ദേഹത്തിന് Not മനസ്സിലായി. എന്നാൽ അതിനുവേണ്ടി കൊടുക്കേണ്ട വിലയെ കുറിച്ചല്ല, but the forgiveness. ക്ഷമയെ കുറിച്ചാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. What was he trying to do എന്താണ് അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചത്? when he was committing, flagellation? What was he trying to do? അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മുറിവേൽപ്പിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് ചെയ്യാൻ ശ്രമിച്ചത്? He was trying to pay for his sins. അദ്ദേഹത്തിന്റെ പാപത്തിന് വേണ്ടി വില കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. But now he understood എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി there's forgiveness for sin. എന്നാൽ ഒരു പാപക്ഷമ ലഭ്യമാണ്, അത് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. I don't need to pay for my sins. എന്റെ പാപത്തിന്റെ ക്ഷമയ്ക്ക് വേണ്ടി എനിക്കൊന്നും നൽകേണ്ടതില്ല. Somebody has paid for them already. അതിനുവേണ്ടി വേറെ ആരോ നേരത്തെ തന്നെ അതിന്റെ പാപത്തിന്റെ കട വീട്ടി കഴിഞ്ഞു എന്ന്. And he freely offers to me forgiveness. അതുകൊണ്ട് അത് എനിക്ക് ഫ്രീ ആയി എനിക്ക് ക്ഷമ നൽകുന്നു എന്ന്. So he said, he saw that God had freely forgiven him in his Son Jesus Christ. അതുകൊണ്ട് അദ്ദേഹം കണ്ടു യേശു ക്രിസ്തു അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് ഒന്നും വാങ്ങാതെ ഒരു വിലയും വാങ്ങാതെ അദ്ദേഹത്തിന്റെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കുന്നത് അദ്ദേഹം കാണുകയുണ്ടായി. His prison doors stood open. എന്നാൽ അദ്ദേഹത്തിന്റെ ജയിലിലേക്കുള്ള വാതിൽ തുറന്നു കിടന്നു. He was in a new world. അദ്ദേഹം ഒരു പുതിയ ലോകത്തിലേക്ക് ആകപ്പെട്ടു. And we will continue from here in the next session. അടുത്ത സെഷനിൽ ഇതിന്റെ ബാക്കി Thank you very much.